എന്റെ കുട്ടി മനസ്സ് വിഷമിക്കണ്ട. നിനക്ക് പുടവ തരാൻ രാജകുമാരനെ പോലെ ഒരുത്തൻ വരും. നിന്നെ മനസ്സിലാക്കുന്ന ഒരു ആൺകുട്ടി. കിടന്നു. അല്ല, മഹിയുടെ മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്ക് എന്ത് കാര്യവും സ്ട്രെയിറ്റ് ഫോർവേഡായി പറയുന്ന സ്വഭാവമാണെന്ന് അറിയാലോ, അതുകൊണ്ട് പറഞ്ഞ. പിന്നെ എന്റെ അളിയന്റെ ഫാമിലിക്ക് ഒരു മാനക്കേട് ഉണ്ടായ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു കടമ എനിക്കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ടാ ഹേമ വിളിച്ചു പറഞ്ഞപ്പോ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ സഹതാപം പറഞ്ഞുള്ളതെല്ലാം കൈക്കലാക്കാവുന്ന ആരും വിചാരിക്കണ്ട. ഇവിടെ ഹേമേച്ചും ചേട്ടനും മാത്രമല്ലല്ലോ ഉള്ളത്. മാനക്കേടിന് രക്ഷിക്കാനുള്ള കടമ ഞങ്ങൾക്കും ഉണ്ട്. വല്യേട്ടനൊരു വാക്ക് പറഞ്ഞ ആ നിമിഷം പൊന്നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ നിക്ക എന്റെ ആങ്ങള. ചെയ്തിടത്തോളം ബിസിനസ് ഒക്കെ തൊലച്ച് കഴുത്തോളം കടത്തിൽ മുങ്ങി നിൽക്കണ നിന്റെ ആങ്ങളെ പോലെ അല്ല എന്റെ ആങ്ങള. ബാംഗ്ലൂരിലെ ലക്ഷങ്ങളുടെ ബിസിനസ്സാ. ഓ, ഹേമേച്ചി അങ്ങനെ ആങ്ങളുടെ ബിസിനസ് മഹിമയുടെ കാര്യമൊന്നും പറയണ്ട. അവിടുത്തെ ബിസിനസ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കും കുറച്ചൊക്കെ അറിയാം. നിനക്ക് എന്തറിയാന്നാ പറയടാ. സുദേവ, നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. പറഞ്ഞെങ്കിലേ കണക്കായി പോയി. ആങ്ങളെ തഞ്ചത്തി വിളിച്ചു വരുത്തി ഉള്ളതെല്ലാം കൈക്കലാക്കാവുന്ന പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ ഒന്ന് നിർത്തണോ? ഇത് മാടിയക്കുള്ള ചത്തല്ല. മാടിന് വിലപേശുന്നത് പോലെ വിലപേശാൻ നാണമില്ല നിങ്ങൾക്ക്? കഷ്ടം. ഇതിലും ഭേദം ആ പ്രകാശന് തന്നെ അവളെ പിടിച്ചു കൊടുക്കുന്നതാ. പ്രകാശനോ? പിന്നല്ലാതെ. എന്തായാലും ഈ പേരും പറഞ്ഞ് അവനോ അവന്റെ അച്ഛനമ്മമാരോ ഇതുപോലെ വിലപേശാൻ പറ്റില്ല. ഓഹോ, ഇതും മനസ്സിൽ വെച്ച് ഇത്രയും നേരം മിണ്ടാതിരിക്കായിരുന്നല്ലേ ചാണക്യൻ? ഇത് നടത്തി കൊടുത്ത എത്ര കമ്മീഷൻ തരാന്ന് പറഞ്ഞു ആ യമണ്ടൻ കുറുപ്പ്. പിന്നെ ഇയാൾ പറഞ്ഞത് കേട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബാരത്തോടെ വരാൻ ഇയാളാരാ? നിർത്തേണ്ടടുത്ത് നിർത്താത്തന്റെ കുഴപ്പാ. മക്കളെ, മഹാദേവൻ പൊന്നുവീട്ടിൽ മഹാദേവനായി ഇക്കണ്ട സ്വത്തുക്കളൊക്കെ സമ്പാദിച്ച് കൂട്ടിയപ്പോഴാ നിങ്ങൾക്കൊക്കെ വലിയേട്ടനെ ഓർമ്മ വന്നത്. അതിന് മുമ്പ് ഒരു മഹാദേവൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും ചുക്കിലും ചുണ്ണാമ്പിനും വിലയില്ലായിരുന്ന മഹാദേവൻ അന്നും ഈ വാസുവേട്ടനുണ്ടായിരുന്നു കൂടെ. വാസുവേട്ട ഓർക്കണം, പറയണമെന്ന് കരുതിയതല്ല, ചങ്കിലടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ. പൊന്നുവിന്റെ ചീത്ത പേര് മാറ്റാൻ ആരും ത്യാഗം ചെയ്യണ്ട. ആരുടെ സഹതാപം എനിക്ക് വേണ്ട. ഇനി എന്തായാലും എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് പ്രകാശം തന്നെ മതി. അതെ ഡാഡി, എല്ലാരും കൂടി ഇങ്ങനെ കൊത്തി വലിക്കുന്നത് ഇനി കേട്ട് സഹിക്കാൻ വയ്യ. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി. ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പച്ചക്കള്ളവാ. എന്തായാലും അവന് ഇവളും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് സത്യമാണ്. ഇല്ലെങ്കിൽ ഇത്രയും ബോൾഡായിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയാൻ അവൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഇനി ആരെന്ത് പറഞ്ഞാലും ഹേമന്തരൻ ഈ കാര്യത്തിന് കിട്ടില്ല. അളിയാ, ഞാൻ പോവാ. ഹേമേന്ദ്ര അവിടെ നിൽക്ക്. ഇനി എന്ത് പൂരം കാണാനാ നോയിക്കൊണ്ട് നിൽക്കുന്നത്? വാ അങ്ങോട്ട്. വലിയേട്ടന്റെ തീരുമാനം എന്താ? അവള് പറഞ്ഞ കേട്ട് ആ തെണ്ടിക്ക് പിടിച്ചു കൊടുക്കാനാണോ? അതേടാ, അവളെടുത്ത തീരുമാനം തന്നെയാ ശരി. അതല്ലാതെ നിന്റെ ഒക്കെ അച്ഛന്മാരുടെ കൂട്ടത്തിൽ പറഞ്ഞയച്ചാ അവള് സമാധാനമായിട്ട് ജീവിക്കുന്ന ഉറപ്പുണ്ടോ? അമ്മ എന്താ ഈ പറയുന്നത്? അപ്പുറത്ത്. അതേ മോനെ, സ്വത്തും പണമൊക്കെ ഇന്ന് വരും നാളെ പോവും. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുട്ടിയെ പൊന്നുപോലെ നോക്കാൻ അവൻ തന്നെയാ നല്ലത്. പ്രകാശൻ. വാസുവേട്ട, എല്ലാ ഈശ്വര നിശ്ചയം.
അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുവോ? സമാധാനായിട്ടിരിക്കെ. സത്യം പറഞ്ഞാൽ പൊന്നു പ്രകാശന് തന്നെ അവകാശപ്പെട്ടതാ. കുറുപ്പ് എന്താ ആലോചിക്കുന്നേ? അല്ല, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിനുള്ള പക്വതയോ ഉത്തരവാദിത്വമോ പറയത്തക്ക ജോലിയോ ഒന്നും ആയിട്ടില്ല. താൻ എന്താ കുറുപ്പേ ഈ പറയുന്നേ? പൊന്നു വീട്ടിലെ മഹാദേവന്റെ ഒരേ ഒരു മകളല്ലേ അവള്? 2 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള സ്വത്തുണ്ട് മഹാദേവന്. അങ്ങനെ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് എന്റെ മോനെ അങ്ങോട്ട് അയക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അമ്മേ, അമ്മേ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും ഉണ്ടായിരിക്കും. ഭാര്യ വീട്ടിലെ സ്വത്ത് കൊണ്ടിരുന്ന് ഉണ്ണുന്നത് ഒരു അന്തസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നിങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. എന്തൊക്കെയാ ഈ പറയുന്നേ? പിന്നല്ലാതെ ഭാര്യ വീട്ടിലെ തിണ്ണകാവൽക്കാരനാകാൻ ഇലഞ്ഞിക്കൽ തറവാട്ടിലെ കുറുപ്പിന്റെ മോനെ അയക്കണോ? എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാണ്. നമ്മൾ അങ്ങോട്ട് ചെന്നല്ലോ, അവരായിട്ട് ഇങ്ങോട്ട് വന്നല്ലേ. ഇവന്റെ സമയദോഷം മാറാൻ ഇങ്ങനെയാണ് യോഗമെങ്കിൽ നമ്മളായിട്ട് തടസ്സം നിൽക്കണോ? പക്ഷേ പ്ലീസ് അച്ഛാ, എതിരൊന്നും പറയരുത്. പൊന്നു ചേച്ചി ഏട്ടന് വലിയ ഇഷ്ടമാ. ചെല്ല്, ഇനി ഒന്നും പറയണ്ട. ചെല്ല്. അത് പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മുഖത്ത് നോക്കി തുറന്നു പറയുന്ന സ്വഭാവം വേണ്ടത്. അല്ലാതെ അങ്ങോട്ട് പറയാൻ പഠിച്ചിട്ടില്ല. ശ്രീധര, എന്റെ മോളെ കെട്ടിക്കാൻ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ല, വിലപേശി മുന്തിയൊരു ചെറുക്കനെ കണ്ടെത്താൻ പറ്റാഞ്ഞിട്ടുമല്ല. പക്ഷേ അതുകൊണ്ടൊന്നും അവക്ക് സമാധാനമായ ഒരു ജീവിതം കിട്ടുമെന്ന് തോന്നിയില്ല. എനിക്ക് വലുത് അവളുടെ സന്തോഷമാണ്. അതുകൊണ്ടാ നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ പറയുന്നത്. വാസുവേട്ടൻ പറഞ്ഞ പോലെ പൊന്നു അവൻ അവകാശപ്പെട്ടത് തന്നെയാ. അതുകൊണ്ടാണ് അവളെ അവന് തന്നെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇനി എതിരൊന്നും പറയരുത്. എല്ലാവർക്കും അതുകൊണ്ട് സന്തോഷമാകുന്ന കാര്യമാണെങ്കിൽ പിന്നെ ഞാനായിട്ട് എതിരി നിൽക്കുന്നില്ല. എല്ലാം നടക്കേണ്ട പോലെ നടക്കട്ടെ.